2008 ഒരു ദർഹം എന്ന് പറഞ്ഞത് 13 രൂപയായിരുന്നു. ഇന്ന് അത് 24 രൂപയായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു മാസം 70,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു പണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ 20 ലക്ഷം രൂപ ഉണ്ടോ? എത്ര? 20 ലക്ഷം രൂപ. അത് ഒറ്റക്ക് വേണമെന്നില്ല, 4, 5, 6 പേര് ചേർന്നിട്ട് മതി. അപ്പോൾ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലൊരു അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ബാക്കിയുള്ള എമൗണ്ട് നമ്മളെ നാട്ടിലൊക്കെ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ EMI അടക്കില്ലേ, അതേപോലെ മാസാമാസം ഒരു 4, 5 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. പിന്നെ ഇതിൻ്റെ EMI വരുന്ന ഏകദേശം ഒരു 50,000 രൂപ വരും നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. ഈ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിന് റെൻറ്റ് വരുന്നത് ഏകദേശം 1,30,000 രൂപയാണ് നമ്മുടെ നാട്ടിലെ കണക്ക്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1,20 എടുക്കാം ഒരു മാസം, ബാക്കി 70,000 രൂപ നമ്മുടെ കൈ കിടക്കും. അപ്പോൾ ഏകദേശം ഒരു 1,25,00,000 രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റെൻറ്റ് 40 ലക്ഷം രൂപയാണ്. അതല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ട് റീസെയിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കോടി രൂപ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ദർഹത്തിലാണ്. INR വാല്യൂ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.